ഡ്രൈവിംഗ് മോഡ്സിന്റെ സ്വിച്ച് 3 ഡ്രൈവ് മോഡ്സ് ആണ് നമുക്ക്. സ്പോർട്സ്, നോർമൽ, എക്കോ. ഒരു മോഡ് മാറ്റുന്നതിനനുസരിച്ച് നമ്മൾ ക്ലസ്റ്ററിൽ ചേഞ്ച് ചെയ്യും. നോർമൽ നടുക്ക് ഞെക്കണം. മറ്റേത് ഓരോ മോഡിൽ നമ്മൾ കൊടുക്കുന്ന സ്പോർട്സ് മോഡിലും നമ്മൾ കൊടുക്കുന്ന RPM പവറിന്റെയും അതിനകത്ത് വേരി കാണിക്കും. ചെറുതായിട്ട് ലോഞ്ച് ചെയ്തോട്ടെ. എഞ്ചിൻ കപ്പാസിറ്റി ഒക്കെ എത്രയാണ്? നമുക്ക് 1 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. നമുക്ക് ഈ ഡ്രൈവ് ചെയ്യുന്നത് നോൺ ടർബോ എഞ്ചിനാണ്. നമുക്ക് 2 എഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ട്, ടർബോയും നോൺ ടർബോയും. അതിനകത്ത് വ്യത്യാസം വെച്ചാൽ വണ്ടിക്കകത്ത് വ്യത്യാസമൊന്നുമില്ല, ജസ്റ്റ് പവറിലും ടോട്ടലുള്ള വ്യത്യാസമുണ്ട്. എനർജി എഞ്ചിനാണ്, 1 ലിറ്റർ എനർജി എഞ്ചിനാണ്. എഞ്ചിൻ നെയിം എത്ര പവർ ഔട്ട്പുട്ട്? 72 PS ആണ് വരുന്ന പവർ. ടർബോ ആകുമ്പോഴത്തേക്ക് 100 PS വരും. എന്നുവെച്ചാൽ അത് ടർബോയും കൂടെ ആഡ് ആയിട്ട് വരുന്നുണ്ട്. അതിന്റെ ഒരു പിക്കപ്പും കാര്യങ്ങളും അതും 1 ലിറ്റർ ടർബോ തന്നെയാണ്. പിന്നെ ഈ 3 ഡ്രൈവ് മോഡ്സ് ഉണ്ട്. ഓരോ മോഡ് മാറുന്നതനുസരിച്ച് നമുക്ക് ക്ലസ്റ്ററിനകത്തുള്ള ചേഞ്ച് ഫീൽ ചെയ്യും. ഇപ്പം സ്പോർട്സ് നോർമൽ ഇപ്പൊ ഈക്കോയിലാണ് പോകുന്നത്. പിന്നെ നടുക്ക് നോക്കി കഴിഞ്ഞാൽ നോർമൽ മോഡ് സ്പോർട്സിൽ നമുക്ക് RPMന്റെയും പവറിന്റെ ഒരു വേരിയേഷൻ അത് കാണിക്കും. സ്റ്റിയറിംഗിനകത്ത് ഒരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യും. ഇതെന്ന് വെച്ചാൽ ഈക്കോ മോഡാണ്. അത് ആ ലൈൻ കാണിച്ചത് കറക്റ്റ് എക്കണോമി മോഡാണ്. മൈലേജും കിട്ടും. പിന്നെ അതുകൂടാതെ തന്നെ ഇതിനകത്തൊരു ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ടച്ച് സ്ക്രീനിനകത്തും ഉണ്ട് ഒരു ഓപ്ഷൻ. ഇതിനകത്ത് നമുക്ക് ഒരു ഡ്രൈവിംഗ് എക്കോ പാറ്റേൺ ആണ്. ആക്സിലേഷൻ, ഗിയർ, ആന്റിസിപ്പേഷൻ. ഇതൊരു 4 സ്റ്റാർ കിട്ടിയ ഒരു 80 കറക്റ്റ് മൈലേജ്. 80 സ്കോറിൽ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു 17-18 ബമ്പർ ടു ബമ്പർ കിട്ടും. ടർബോയിലാകുമ്പോൾ പിന്നെ കുറച്ചുകൂടെ മൈലേജ് കിട്ടും. LED ഹെഡ്ലൈറ്റ്സ് ആണ്. ട്രയോപ്റ്റർ പ്യൂറേഷൻ ഹെഡ്ലാമ്പാണ്. നമുക്ക് RXT ഓപ്ഷൻ വേരിയന്റിലോട്ട് തന്നെ LED ലൈറ്റ് ആണ് വരുന്നത്. അതിന്റെ വേരിയൻസ് എങ്ങനെ വരുന്നത്? നമുക്ക് നോൺ ടർബോയിൽ വരുമ്പം 5 വേരിയൻസ് ആണ്. RXC, RXL, RXT ഓപ്ഷൻ Z. ഇത് Z ആണ്. RXZ ആണ്. ടർബോയിലോട്ട് പോകുമ്പോഴത്തേക്ക് 2 വേരിയന്റേ ഉള്ളൂ, RXT ഓപ്ഷനും Z. അതിന് സിംഗിൾ ടോണും ഉണ്ട്, ഡ്യുവൽ ടോണും ഉണ്ട്.
മൈലേജ് ഫിഗേഴ്സ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? മൈലേജ് എനർജി ആകുമ്പോൾ 19.15 ആണ് പറയുന്നത്. ടർബോയിലോട്ട് പോകുമ്പോൾ 20.19 ആണ്. ടർബോയ്ക്കാണ് മൈലേജ് പറയുന്നത്. ഓട്ടോമാറ്റിക് ഉണ്ട് ഇതിന്റെ? ഇതിന് ഓട്ടോമാറ്റിക് 2 എഞ്ചിനിലും 2 ടൈപ്പ് ആണ് വരുന്നത്. നോർമൽ എനർജി വരുമ്പോൾ AMTയും വരും, ടർബോയിൽ CVTയും വരും. പ്രൈസസ് ഒക്കെ എങ്ങനെയാണ്? പ്രൈസ് നമുക്ക് എക്സ്ഷോറൂം സ്റ്റാർട്ട് ചെയ്യുന്ന 5.99 ആണ്. എക്സ്ഷോറൂം മാനുവൽ വരുന്നത്. ഫുൾ ഓപ്ഷൻ ഒക്കെ പോകുമ്പോൾ ഒരു ഓൺ റോഡ് 10.55 വരും. 10.55. നമുക്ക് പിന്നെ ടർബോ ആണെങ്കിലോ? ടർബോ ആകുമ്പോഴത്തേക്ക് നമുക്കൊരു 12.61 11.95 ആണ് ഫുൾ ഓപ്ഷൻ. ഓൺ റോഡ് അല്ലേ? ഓൺ റോഡ് ആണ്. പ്ലസ് പിന്നെ CVT ആകുമ്പോൾ 13.45 വരും. 1 lakh പ്രൈസ് ഡിഫറൻസ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്. AMT ആകുമ്പോഴത്തേക്ക് നമുക്കൊരു AMT സ്റ്റാർട്ട് ചെയ്യുന്ന 8.69 ആണ് ഓൺ റോഡ്. എല്ലാ വേരിയൻസിലും എന്തൊരു ഓട്ടോമാറ്റിക് ഉണ്ടോ? ഓട്ടോമാറ്റിക് ബേസ് മോഡൽ ഒഴിച്ച് ബാക്കി എല്ലാ വേരിയൻസിലും വരും. RXZ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ഉണ്ട്. RXL, RXT, RXT ഓപ്ഷൻ, RXZ. ഓഫേഴ്സ് ഡിസ്കൗണ്ട്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് 23 മോഡൽസിന് ഓഫേഴ്സ് ഉണ്ട്. ഇത് ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കേ ഉള്ളൂ. അറൗണ്ട് നമുക്ക് ഒരു 1,18,000 റുപ്പീസോളം ഓഫർ വരുന്നുണ്ട്. പ്ലസ് നമുക്ക് ലോയൽറ്റി ബെനിഫിറ്റ് എക്സ്ചേഞ്ച് എല്ലാം ഉൾപ്പെടെയാണ് 1,18,000 വരുന്നുണ്ട്. പിന്നെ നമുക്ക് ലോയൽറ്റി കസ്റ്റമർ ആണെങ്കിൽ പിന്നെ നമുക്ക് ഓഫർ ചെയ്യാം. നമ്മുടെ റെനോയുടെ വണ്ടി യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ആണ് ക്രെഡിറ്റ് അപ്ഗ്രേഡ് നമ്മൾ കൈകളിലോട്ടോ ഡ്രൈവറിലോട്ടോ വരുവാന്നുണ്ടെങ്കിൽ അവർക്ക് 3 വർഷം 30,000 കിലോമീറ്റർ സർവീസ് പാക്കേജ് ഫ്രീ ആണ്. പ്ലസ് 2+1 വാറണ്ടിയും ഫ്രീ ആണ്. പിന്നെ നോർമൽ കസ്റ്റമേഴ്സ് ആണെങ്കിലും അവർക്ക് നോർമൽ ഇൻഷുറൻസ് ഡിസ്കൗണ്ട് ഉണ്ട്. പ്ലസ് ക്യാഷ് ബാക്ക് ഓഫർ ഉണ്ട്. പ്ലസ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ്, ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, നേഴ്സ് അവർക്കാണെങ്കിൽ സെപ്പറേറ്റ് അപ് ടു ഒരു 12,000 റുപ്പീസ് വരെ കോർപ്പറേറ്റ് ഡിസ്കൗണ്ട് മാത്രം നമുക്ക് കൊടുക്കാം. നോർമൽ ഓഫർ കൂടാതെ. പിന്നെ എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ബോണസ്. 24 മോഡൽസിന് നിലവിൽ നമുക്ക് കോർപ്പറേറ്റ് ഡിസ്കൗണ്ട് മാത്രമാണ് വരുന്നത്. എക്സ്ചേഞ്ച് ബോണസും കോർപ്പറേറ്റ് ഡിസ്കൗണ്ടുമാണ് വരുന്നത്. നമുക്കൊരു അട്രാക്ടിങ് സ്കീമാണ് 5.99 ഓൺ റോഡ് വരുമ്പോൾ ഒരു 7.30 വരത്തേ ഉള്ളൂ ഓൺ റോഡ് ബേസ് മോഡലിൽ. ഒരു റിയൽ വേൾഡ് മൈലേജ് ഒക്കെ എത്ര വരും? നമുക്കൊരു സിറ്റിയിൽ ഒരു 17, ലോങ് പോകുമ്പോൾ 20, 18, 19, 20 വരെ കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഈ മോഡ് കിടക്കുന്നതുകൊണ്ട് ഓരോ മോഡ് മാറുന്നതനുസരിച്ച് നമുക്ക് മൈലേജും കിട്ടും. പിന്നെ ഈ ഒരു ഞാൻ പറഞ്ഞ ഡ്രൈവിന്റെ വെഹിക്കിളിന്റെ സെറ്റിംഗ്സിനകത്ത് എക്കോ മോഡുണ്ട്. പ്രഷർ മോണിറ്ററിംഗ് ഒക്കെ അതിനകത്ത് കാണും. പിന്നെ നമുക്ക് നെക്സ്റ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സർവീസ് ഇയർലി വൺസ് ആണ്. 10,000 അല്ലെങ്കിൽ 1 വർഷം ആണ് സർവീസ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് ടേക്ക് എ ബ്രേക്ക് എന്ന് പറഞ്ഞൊരു ഇത് വന്നിട്ടുണ്ട്. സേഫ്റ്റി ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ലോങ് ഡ്രൈവ് പോകുന്നു, നമുക്ക് 1 കിലോമീറ്റർ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്തിടാം. അപ്പോഴത്തേക്ക് നമുക്ക് ആ കിലോമീറ്റർ എത്തുമ്പോഴത്തേക്ക് നമുക്ക് വണ്ടി നമുക്കൊരു അതിനകത്ത് എഴുതി കാണിക്കും. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഉണ്ട്. വയർലെസ് ആണ്, ജസ്റ്റ് ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്താൽ മതി. ഇപ്പം ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ ആൻഡ്രോയിഡ് ഓട്ടോ വരും, ആപ്പിൾ ആണെങ്കിൽ ആപ്പിൾ കാർപ്ലേ. വയർലെസ് ആണ്. പിന്നെ ഇതിനകത്ത് വീഡിയോ പ്ലേ ബാക്ക് ഉണ്ട്. റണ്ണിങ്ങിലില്ല, ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആണെങ്കിൽ. പിന്നെ നമുക്ക്
സേഫ്റ്റി ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു? നമുക്ക് 4 എയർ ബാഗ്സ് വരുന്നുണ്ട്. മുകളിൽ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത് ABCD, റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ്, ട്രാക്ഷൻ കൺട്രോൾ, ESP, ടയർ പ്രഷർ മോണിറ്റർ, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, ഇത്രയും ബേസ് മുകളിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് എയർ ബാഗ് RXZ തൊട്ട് 4 എയർ ബാഗ്സ് വരും. അതിനകത്തോട്ട് തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ടും ഡ്രൈവർ സൈഡ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ബാക്ക് വൈപ്പർ, ക്യാമറ, ഒരു മിഡിൽ വേരിയന്റ് RXZ തൊട്ട് വരുന്നുണ്ട്. ഇത് റിവേഴ്സ് ക്യാമറ ഉണ്ടോ? അതിനകത്ത് റിവേഴ്സ് ക്യാമറ. അങ്ങനെയല്ല, തിരിച്ചല്ല. ക്ലിപ്പ് പൊക്കിയിട്ട് അത് ക്ലിപ്പ് പൊക്കുമ്പോഴേ ഇത്ര അറ്റത്തോട്ട് വരത്തുള്ളൂ. ഫസ്റ്റിലോട്ടേ പോകത്തുള്ളൂ. അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസ് ഉണ്ടോ? ഇല്ലില്ല. ഇല്ല